നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡന്റും കീഴടങ്ങി. കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ, SFI കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഫ്സാൻ എന്നിവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയത്. ഇവർക്കൊപ്പം മറ്റൊരു പ്രതി കൂടി കീഴടങ്ങിയിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ പാലക്കാട് പട്ടാമ്പി ആമയൂർ കോട്ടയിൽ വീട്ടിൽ K. അഖിലിനെ കൽപ്പറ്റ DYSP TN സജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബുധനാഴ്ച രാത്രി പാലക്കാട് നിന്ന് പിടികൂടിയിരുന്നു. ഇയാൾ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. വ്യാഴാഴ്ച കൽപ്പറ്റയിൽ കൊണ്ടുവന്ന ശേഷം ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. SFI യൂണിറ്റ് അംഗം ഇടുക്കി രാമക്കൽ മേട് സ്വദേശി S. അഭിഷേക്, തിരുവനന്തപുരം സ്വദേശികളായ രഹൻ ബിനോയ്, SD ആകാശ്, RD ശ്രീഹരി, തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ്, വയനാട് ബത്തേരി സ്വദേശി ബിൽഗറ്റ്സ് ജോഷോ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. ആത്മഹത്യാ പ്രേരണ, റാഗിംഗ്, മർദ്ദനം എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ 8 പ്രതികളെ കൂടി ഇനി പിടിക്കാനുണ്ട്. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നിരുന്നുവെന്നാണ് പരാതി. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചെന്നും ആരോപണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുകയായിരുന്നു. തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരണമുണ്ട്.